വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. ഒരു രൂപ പോലും ഫ്ലൈറ്റ് ടിക്കറ്റിന് മുടക്കാതെ നമുക്കൊന്ന് ശ്രീലങ്ക വരെ പോയാലോ, അതെങ്ങനെയെന്ന് നോക്കണ്ടേ. അപ്പോൾ എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് ഇവിടെ തുടക്കമായി. ഞാൻ രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അടുത്തുള്ള കൊലുവത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് ദെൻ നേരെ വെച്ച് പിടിപ്പിച്ച് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. നമ്മുടെ ഫ്ലൈറ്റ് മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ എങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും വലിയ വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടും ചെയ്തിടാം. അപ്പോൾ പൊന്നുക്കുട്ടൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പൊന്നുക്കുട്ടനെ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ നേരെ പോയി ചെക്കിനൊക്കെ ചെയ്തു. ഇതാണ് ലോഞ്ചിൻ്റെ ആക്സസിബിലിറ്റി ഉള്ള കാർഡ്. അതുകൊണ്ട് ജസ്റ്റ് എർത്ത് ലോഞ്ചിൽ പോയിട്ട് ഏതൊക്കെ കാർഡ് എടുക്കുന്നു ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റ് എടുത്തു. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ആക്ച്വലി പോകുന്നത് ലങ്കാവിയിലേക്കാണ്. പക്ഷേ നമുക്കൊരു ലേ ഓവർ ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താണ്, എനിക്ക് ഫ്ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇയർ പെയിൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വായിൻ്റെ ജോലൈനൊക്കെ സ്ട്രെച്ച് ചെയ്താൽ കുറച്ച് വേദന കുറയും. പിന്നെ ഇയർ പ്ലഗൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്താണ്. അപ്പം നമ്മുടെ പറഞ്ഞതുപോലെ ലേ ഓവർ ഫ്ലൈറ്റാണ്. ശ്രീലങ്കയിൽ ഒരു 1 ഡേ നമുക്ക് ലേ ഓവർ ഫ്ലൈറ്റ് ഉണ്ട്. ഒരു മോർ ദാൻ 12 hours ലേ ഓവർ ഉണ്ട്. അപ്പം നമ്മളൊരു മോർണിംഗ് 10:30, 11 ആയപ്പോൾ ശ്രീലങ്കയിൽ വന്നു. അപ്പോൾ ശ്രീലങ്കയിൽ വന്നാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് അവിടെ വിസ ഫ്രീ ആണ്. വിസ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ശ്രീലങ്ക. അപ്പം നമ്മൾ മെയിൻ ലഗേജൊക്കെ നമ്മുടെ ചെക്കിനിൽ പോയി ജസ്റ്റ് ഒരു ഹാൻഡ് ലഗേജ് മാത്രമേ കയ്യിലുള്ളൂ. അപ്പം നമ്മൾ നേരെ ശ്രീലങ്കയിൽ ഇറങ്ങി. ഒരു 10:30-11 മണിയായപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നേരെ പോയത് അവിടെ തന്നെ ആ എയർപോർട്ടിൽ തന്നെ ഒരുപാട് ട്രാവൽ ഏജൻസിക്കാരുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു വണ്ടി ഹയർ ചെയ്തു. ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ പേര് മാക്സി എന്നാണ്. മാക്സിയാണ് നമ്മൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്ത് അവിടെ പോയിട്ട്. ലങ്ക ട്രാവൽ ഏജൻറ്റ് അസോസിയേഷൻ എന്നാണ് അവരുടെ ഫേമിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു വണ്ടി ഹയർ ചെയ്തു. നമുക്ക് വണ്ടി കിട്ടിയത് $60 USDക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ഡ്രൈവറെയും അസൈൻ ചെയ്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോയിട്ട് തിരിച്ച് നമ്മളെ എയർപോർട്ടിലെത്തിക്കും. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഇത് ഞാൻ പറഞ്ഞത് ഒരു ലേ ഓവർ ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രീലങ്കയ്ക്ക് വേണ്ടി വേറൊരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ലേ ഓവർ ടൈമിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കൊളംബോ ഒക്കെ ഒന്ന് കണ്ടു തീർക്കാം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ മോർണിംഗ് നമുക്ക് ഒരു 11:30 ആകുമ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ നേരെ ഒരു വണ്ടി ഹയർ ചെയ്ത് നമുക്ക് കൊളംബോയിലേക്ക് പോകാം. എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കൊളംബോയിലേക്ക്. കൊളംബോ സിറ്റിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ മാക്സ് നമുക്ക് അവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ള ഡെസ്റ്റിനേഷൻ്റെ ഒരു ബ്രീഫ് തന്നിരുന്നു. നിങ്ങളെ ഓരോ സ്ഥലത്തും നമ്മളെ ഡ്രൈവർ കൊണ്ടുവിടും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. നമ്മൾ തിരിച്ച് ആളെ വിളിക്കുമ്പോൾ ആൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ നമ്മൾ ഒരുവിധം ചെറിയൊരു ഐറ്റിനറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ലഞ്ച് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം ഉച്ച സമയമായിരുന്നു. അപ്പം നേരെ പോയത് ഞങ്ങൾ ഗാലി സീ ഫേസ് 1 എന്ന് പറഞ്ഞൊരു മോളിലേക്കാണ്. ഒരു അടിപൊളി മോളാണ്. ഭയങ്കര ചെക്കിംഗ് ഒക്കെയാണ് അകത്തേക്ക് കയറാൻ തന്നെ. അപ്പോൾ നമ്മൾ ഡ്രൈവർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ പാർക്കിങ്ങിലേക്ക് പോയി. ആൾ പറഞ്ഞു നിങ്ങളെ കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അകത്തേക്ക് പോയി. ഇവിടുത്തെ മോളുകളുടെയൊക്കെ ഒരു പ്രത്യേകത, ഇവരുടെയൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് വരുന്നത്. നമ്മുടെയൊക്കെ ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ ഇവരുടെ മെയിൻ ഫുഡ് കോർട്ട് എല്ലാം വരുന്നത്. എല്ലാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പോയ ഒരുവിധം ഫുഡ് കോർട്ടിലൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവരുടെ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രണ്ടിലൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് ഇറങ്ങി. കാരണം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ മുഴുവനും കറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ ശ്രീലങ്കയിൽ ഒരു മോളിൽ വന്നേക്കുവാണ് ഫുഡ് അടിക്കാൻ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നോക്കി. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് എന്നാ മൻഹട്ടൻ ഫിഷ് മാർക്കറ്റ് അങ്ങനെയാന്ന് തോന്നണോ, മാൻഹട്ടൻ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ട്, റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഓ ഇതൊക്കെ ഒക്ടോ GT അറ്റാക്ക് കിഡ്സ് മെനു ഒക്കെ ഉണ്ട്. ഇതുണ്ടോ ജൂനിയർ മെനു, നൈസ്. ഇതൊന്ന് മൊത്തത്തിൽ കറങ്ങി നോക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാവേ, അതായിരിക്കും പറ്റുക. പുതിയ ബിരിയാണി സ്പെഷ്യൽ കണ്ടോ. ഓ വെറൈറ്റി ബിരിയാണി. ഇതിൻ്റെ റേറ്റ് കണ്ടോ, 2000 ശ്രീലങ്കൻ മണിയാണ് കേട്ടോ. 2000 ഇന്ത്യൻ മണിയല്ല, ശ്രീലങ്കൻ മണി. ബട്ട് സ്റ്റിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണേ. മേ ബി ഇതൊരു മോൾ ആയതുകൊണ്ടായിരിക്കാം. ഇനി വേറെ സ്ഥലങ്ങളോട് പോയി നോക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ് ഫുഡ് സ്റ്റുഡിയോ. ഇവിടെയും കൂടെ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഉണ്ടല്ലോ ബർഗർ കിട്ടണമെങ്കിൽ ബർഗർ കിങ് ഉണ്ട്, സബ്വേ ഉണ്ട്, KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. വാ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുഡ് സ്റ്റുഡിയോയുടെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്. പാകിസ്ഥാനി ഫുഡ്, ചൈനീസ് ഫുഡ്, തായ് ഫുഡ്, പിന്നെ ഇവരുടെ തന്നെ ശ്രീലങ്കൻ സാമ്പ എന്ന് പറഞ്ഞിട്ട് സാമ്പാർ റൈസ് അതൊക്കെ ഉള്ള അങ്ങനത്തെ അവരുടെ മെയിൻ ലഞ്ച് അങ്ങനത്തെ സ്പോട്ടൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡുണ്ട്. ഓരോ ഫുഡ് കോർട്ടിൽ കാണുമ്പോഴും എനിക്ക് തോന്നും ഇവിടെ നിന്ന് ഇത് കഴിച്ചാൽ മതി വന്നു. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ എനിക്കൊന്നും അവിടെ നിന്ന് കഴിച്ചാൽ മതി എന്ന്. അങ്ങനെ കറങ്ങി നടന്ന് ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു കിടിലം ഫുഡ്. മലയാളി. ഞാൻ അവിടെ ഒരു എഗ് ഫ്രൈഡ് റൈസ് കണ്ടുവച്ചതാണ്.
ഇവിടെ വന്ന് ചോറും മീനും കറിയും ചിക്കനൊക്കെ കണ്ടപ്പോൾ ഞാൻ മാറി. ഞാനപ്പം നമ്മുടെ ബ്രൗൺ റൈസ് പോലെ തന്നെ തവിടുള്ള കുത്തിരിച്ചോറാണ് കണ്ട. നമുക്ക് ഇത് കഴിക്കാം തൽക്കാലേ. ഇതാണ് പാത്തക്കുട്ടൻ കണ്ടുപിടിച്ച ചൈന ടൗൺ, ചൈന എക്സ്പ്രസ്. എന്തൊക്കെയോ സാധനം വേണമെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്, അടുക്കാൻ പറ്റുന്നില്ല. പാത്തുക്കുട്ടൻ കണ്ടുപിടിച്ചത് ചിക്കൻ ഹോട്ട് പോട്ടാണ്. 3100 ശ്രീലങ്കൻ മണിയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ്. എന്നിട്ട് അത് വന്നപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഇളക്കി മാത്രമേ ഉള്ളൂ, കഴിച്ചതൊന്നുമില്ല. എന്നിട്ട് അവർക്ക് ഒന്ന് കൺഫേം ചെയ്യാൻ അവരോട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം സോറി ഓർഡർ മാറിപ്പോയി എന്ന് പറഞ്ഞ്. ഇപ്പം നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ട പെങ്കൊച്ചിനോട് പറഞ്ഞു ഇത് നിങ്ങളുടെ ഓർഡറാണ് പറഞ്ഞ് ഞങ്ങളുടേത് മേടിച്ച് അങ്ങനെ ആ കുട്ടിക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ എടുത്തത്. ഇതാണ് ഹോട്ട് പോട്ട്. ഹോട്ട് പോട്ടിൻ്റെ കൂടെ കുറച്ച് ഗീ റൈസും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ പൊന്നുകുട്ടന് ഇത് ഭയങ്കര ഇഷ്ടമായി, മഷ്റൂമും ചിക്കനും ഒക്കെയുള്ള. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്കിതിന് കുറച്ച് ഉപ്പ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്, പക്ഷെ അവൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ബബിൾ ടീയും കൂടെ മേടിച്ചു, അതും അടിപൊളിയായിരുന്നു. അവിടെ തന്നെ ഒരു ഫുഡ് കോർട്ടിൽ നിന്നാണ് അതും മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ റൈസ് കഴിച്ചു, റൈസും 4 ടൈപ്പ് വെജും ഒരു പ്രോട്ടീനും ഒക്കെ വെച്ച് നല്ലൊരു മീൽസ് ആയിരുന്നു. ടെർമറിക് റൈസും നോർമൽ റൈസും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് മോളിലൊന്ന് കറങ്ങി, അവിടെ ഒരു ഹാലോവിൻ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജസ്റ്റ് കറങ്ങി മോളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ കുട്ടിയെ വിളിച്ചു. അവൻ്റെ പേര് ദേശം എന്നാണ്. അവൻ ഭയങ്കര ഫണ്ണിയാണ്. അവൻ നമ്മളെ സിംഹളയൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ഫുഡിൻ്റെ പേരൊക്കെ അവൻ പറഞ്ഞു തരുമായിരുന്നു. എന്താ ഇപ്പൊ പിടികിട്ടി, ലാംഗ്വേജ് പിടികിട്ടി. നമ്മുടെ നാട്ടിലെ അപ്പത്തിന് സിംഹള എന്ത് പറയും? ഇടിയപ്പത്തിന് ഇടിയാപ്പ്. പുട്ടിന് വാട്ട് ഈസ് കോൾഡ്? പുട്ട് പിട്ടു. ഇൻ സിംഹള ഇറ്റ്സ് പിട്ടു. വെറും 23 വയസ്സേ ഉള്ളൂ. അവൻ ഭയങ്കര സ്മാർട്ടാണ്. അവൻ അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു മടിയും കൂടാതെ എവിടെ നിങ്ങൾക്ക് പോകണ്ടേന്ന് ചോദിച്ച് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ മിനിമം ആ ടൈമിൽ നമ്മൾ ആ ഒരു കൊളംബോ മൊത്തം ഒന്ന് കറങ്ങി കാണാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളവിടെ എത്തിയേക്കുന്നത് ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ ഹാളിലാണേ. കണ്ടോ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സിംഹളയിലും തമിഴിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ട്. ഞാൻ പിന്നെ സിംഹള വായിക്കും, നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കിക്കോട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഒരു കുരങ്ങനെയും കൊണ്ട് ഒരു മകുടിയൊക്കെ ആയിട്ട് ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു ചേട്ടൻ പാമ്പായിട്ടിരിക്കുന്നുണ്ട്. ഈശ്വരാ കുരങ്ങൻ. ഇതിന് ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ, പാമ്പും മകുടിയും കുരങ്ങനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഈ ടൂറിൽ ചെയ്തൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൈക്ക് വാങ്ങി. അതുകൊണ്ട് ഭയങ്കര സുഖമായി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിത് വോയിസ് ഓവർ പിന്നെ കൊടുക്കണം. അപ്പോൾ പലതും ഞാൻ മറന്നു പോകും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നടന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യാൻ ഞാൻ മറന്നു പോവില്ല. വേറെ വോയിസ് ഓവറും കൊടുക്കണ്ട. പ്ലസ് ബാക്ക്ഗ്രൗണ്ട് ഈ നോയ്സൊക്കെ എനിക്ക് കട്ട് ചെയ്ത് കളയാനും പറ്റും. ആക്ച്വലി ഇവിടെ കാണാൻ ഭയങ്കരമായിട്ടൊന്നുമില്ല, ഒരു കൽമണ്ഡപം പോലത്തെ ഒരു സാധനം, മെമ്മോറിയൽ. പക്ഷെ ഒരു രസം, നമ്മൾ കാണാത്തൊരു സാധനം, വൺ ടൈം ഒക്കെ ഒരു വാച്ച്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാലേ നിങ്ങൾ കൊളംബോയിൽ വരുവാണെങ്കിൽ ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് സിറ്റി തന്നെയാണ് എല്ലാ മെയിൻ അട്രാക്ഷൻസും. സോ നിങ്ങളൊരു വണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഇല്ലെങ്കിൽ ടുക്ക് കിട്ടും, ഓട്ടോ അതിൽ നമുക്ക് പോയാം. പിന്നെ ഇവിടുത്തെ പൈസ കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പേടിയാവും. 10,000, 5,000, 3,000 കൺവേർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ആദ്യം സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് ഇത് ഹയർ ചെയ്ത് തന്നെയാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ടുക്ക് ആണെങ്കിലും ഗ്രാബ് ആണെങ്കിലും എടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് വന്നേനെ. ഇത് നമുക്ക് ഒരു 5,500 ആണ് ഇന്ത്യൻ മണി വന്നത്. എൻജോയ് ചെയ്യാനും പറ്റി. നമ്മുടെ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇതൊരു അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേര് വരുന്നത് ഗംഗാറാം ടെമ്പിൾ. അപ്പോൾ ഫോറിനേഴ്സിന് ഇവിടെ കയറാനായിട്ടൊരു ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. അവിടെ ഉള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല, ഫ്രീ ആണ്. ഫോറിനേഴ്സിന് മാത്രം അവിടെ ഒരു ടിക്കറ്റ് ഒരു അകത്ത് കയറാനായിട്ടൊരു ചാർജ് ഉണ്ട്. അപ്പം നമ്മൾ ഗംഗാറാം ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷൂസ് ഊരിയിട്ട് ഇങ്ങനത്തെ ബോക്സിലിടണം. അതുപോലെ ഈ ബാഗേജിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പെഷ്യൽ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ബാഗേജ് അകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. വീഡിയോഗ്രാഫി അലൗഡ് ആണെന്ന് പറഞ്ഞു. ഇത് കയറുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അകത്ത് കയറി കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര വലിയ ബുദ്ധൻ്റെ പ്രതിമകളാണ് കേട്ടോ. ഈ വീഡിയോയിൽ എത്രത്തോളം വലിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റണമെന്ന് അറിയില്ല. അത്രയും വലിപ്പമുള്ള ഭയങ്കര ഒരു വലിയ അമ്പലമായിരുന്നു. ഭയങ്കര രസം. അതിൻ്റെ അകത്ത് കയറുമ്പോൾ ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ ചുറ്റുവിളക്കൊക്കെ വെക്കണം. നമ്മൾ ഇവിടെയും ആളുകൾ ഇത്
ദീപം തെളിയിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇവരുടെ വിശ്വാസമായിരിക്കും. ചന്ദനത്തി ഒക്കെ കത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഈ അമ്പലം കാണാൻ കുറച്ചുകൂടെ ഭംഗി. അത്യാവശ്യം നല്ലപോലെ ഏരിയയുമുണ്ട്, പലതരത്തിലുള്ള ബുദ്ധന്റെ പ്രതിമയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. ഇവിടെ ഒരു വൈറ്റ് കളർ ഫുൾ മാർബിളിലുള്ള ബുദ്ധനാവുന്നു. എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ കുറേ ബുദ്ധന്മാരുടെ കൂടെ ജിംനാസ്റ്റിക് ബുദ്ധൻ ഉണ്ടെന്ന് പറഞ്ഞ് പൊന്നുദേ അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ജിംനാസ്റ്റിക് ബുദ്ധനെ കണ്ടുപിടിച്ചു അത്ര. അപ്പോൾ ഇത് ബുദ്ധൻ കണ്ടുപിടിച്ചെന്നാ കേട്ടോ ഒരു മലയാളി ചേട്ടൻ, അതും തോപ്പുംപടിക്കാരൻ. ചേട്ടൻ്റെ പേരെന്താ? വിജികുമാർ. അപ്പോൾ ദേ ചേട്ടനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും നല്ലൊരു ചായ ഫുഡോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടനെ എവിടെ? കൊളംബോലോ? എത്ര വർഷമായി? 2 മാസമായിട്ടുള്ളൂ. അപ്പൊ ചേട്ടൻ ഇവിടുത്തെ ഫുഡൊക്കെ തിരിച്ചറിയോ? കുഴപ്പമില്ല. നല്ല ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ല. ഈ ടൂറിൽ നമ്മൾ ഒരുപാട് മലയാളി ചേട്ടന്മാരെയും ചേച്ചിമാരെയും കണ്ടു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കണ്ട ഈ ചേട്ടൻ നമ്മുടെ കൂടെ പിന്നെ അടുത്ത ഒരു അമ്പലത്തിലേക്കുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് കൊണ്ട് തന്നെ ഈ അമ്പലം കഴിഞ്ഞ് തൊട്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലേക്ക് ഗംഗാരാം ടെമ്പിൾ ഉണ്ട്. അവിടെയും ഈ ടിക്കറ്റ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് കയറാം. അപ്പോൾ ഒറ്റ ടിക്കറ്റിൽ 2 അമ്പലമാണ് കയറാൻ പറ്റുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ ഫ്രീ ആണ്. ചേട്ടൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ചേട്ടന് ഫ്രീ ആണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ കൂടെ കയറിയത് ഞങ്ങൾക്കും ഫ്രീ കിട്ടിയേനെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം നമ്മൾ ചേട്ടനെ കണ്ടില്ല. അത് കഴിഞ്ഞ് അകത്ത് വെച്ചാണല്ലോ ചേട്ടനെ പരിചയപ്പെട്ടത്. പിന്നെ ചേട്ടനും ഞങ്ങളുടെ കൂടെ ഈ അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വൈകുന്നേരം വരികയാണെങ്കിൽ ഇത് ലേക്ക് ടെമ്പിൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലൈറ്റുള്ള ടെമ്പിളാണ്. അപ്പോൾ വൈകുന്നേരം വന്നാൽ ഈ ഫുൾ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വരെ ചെന്നാൽ പിന്നെ ആ വ്യൂ കാണാം. ഇപ്പം കയറി എൻട്രി വെറുതെ കളയണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ നമ്മുടെ ദേശാനെ വിളിച്ചു. ദേശാൻ അപ്പം തന്നെ വണ്ടിയും കൊണ്ട് വന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി എവിടെ പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ഥലം പറഞ്ഞു. പോണ വഴിക്ക് ദേശാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പോണ വഴിക്കുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും പറഞ്ഞു തരും കേട്ടോ. ഓരോന്ന് പാർലമെൻറ്റ്, മറ്റേ കാർഗിൽ, അങ്ങനത്തെ ഓരോ സാധനങ്ങളും ഓരോ ബിൽഡിങ്ങും എന്താണെന്നും അവൻ പറഞ്ഞു തരുവേ. പിന്നെ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഒരു മാർക്കറ്റിലേക്കാണ്, ഷോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പേട്ട മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണ്. ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നടന്നുള്ളൂ. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പിന്നെ എനിക്ക് അത്ര അങ്ങ് സുഖം തോന്നിയില്ല. അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി. അപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ മണി 140 ശ്രീലങ്കൻ മണിയാണ് 2 ചെറിയ ബോട്ടിൽ വെള്ളത്തിന്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തൊരു 200 ശ്രീലങ്കൻ മണിയാണ്. നമുക്ക് ബാക്കി 60 റുപ്പീസ് 60 റുപ്പീസ് അല്ല ശ്രീലങ്കൻ മണി തിരിച്ചു തന്നു. ഞാൻ വെറുതെ ആ ശ്രീലങ്കൻ മണി എനിക്ക് തിരിച്ചറിയാൻ ഇത്തിരി പാടായിരുന്നു. ഞാനത് കുറച്ച് നേരം കഷ്ടപ്പെട്ടാണ് പഠിച്ചെടുത്തത്. പെട്ടെന്ന് ഭയങ്കര എമൗണ്ട് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ടെൻഷൻ ഫീൽ ചെയ്യും. പിന്നെ ഈ പോണതാണ് ടുക്ക്. എനിക്കിതിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കയറാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബിൽഡിംഗ്, കാർഗിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ്. നല്ല രസമായിരുന്നു അവിടുത്തെ എല്ലാ ബിൽഡിങ്ങും കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോന്നു. കാരണം അത്ര ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളൊന്നും അല്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു മാർക്കറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയിട്ട് അപ്പോൾ തന്നെ വീണ്ടും ദേശാനെ വിളിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഈ പോകുന്ന വഴി അടുത്തത് ബീച്ചിൻ്റെയൊക്കെ ഒരു സൈഡിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴി ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ സൺസെറ്റ് ആവാറായതുകൊണ്ട് ചെറിയ ഒരു എന്താ പറയുക, ആകാശം നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. ഫുൾ വീഡിയോ എനിക്ക് നിങ്ങളുടെ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റുന്നില്ല. അത്ര അധികം ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ചൈന ടൗണിലേക്കാണ്. കൊളംബോയുടെ ഒരു പോർട്ട് സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അടിപൊളിയാണ് ഇവിടെയും കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോയ്ലറ്റിന് ടാൻഡാസ് എന്നാണ് കേട്ടോ പറയണത്. ഞാൻ തന്താസ് എന്നൊക്കെയാണ് ആദ്യം വായിച്ചത്. അപ്പോൾ ഇവിടെ എവിടെ പോകണമെങ്കിലും മോളിലാണെങ്കിലും പാർക്കിലാണെങ്കിലും പെയ്ഡാണ് കേട്ടോ. 1 റിങ്കറ്റോ 65 സെൻറ്റോ കൊടുത്ത് വേണം നമുക്ക് പോകാനായിട്ട്. ഫുഡ് ബ്ലോഗർ എവിടെ പോയാലും ഫുഡ് ബ്ലോഗറാന്ന് പറഞ്ഞ പോലെ ഞാൻ ശ്രീലങ്കയിൽ വന്നിട്ട് നല്ലൊരു ഫുഡിൻ്റെ സ്പോട്ട് കണ്ടുപിടിച്ചു. ഒരുപാട് സ്പോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊരു ചൈന ടൗൺ, കൊളംബോയുടെ ഒരു പോർട്ട് സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ പല ടൈപ്പ് ഓപ്ഷനാണ്. തുടക്കം തന്നെ പാത്തോട്ടിനൊരു ഐസ്ക്രീം മേടിച്ചു. അതിൽ കവറായി നമ്മൾ ആദ്യം വിചാരിച്ചത് ഭയങ്കര മധുര, പക്ഷെ അടിപൊളി ഐസ്ക്രീമാണ്. ഇവിടുത്തെ ഒരു 320, ദാറ്റ് മീൻസ് നമ്മുടെ നാട്ടിലൊരു 106 ആണ് റേഞ്ച് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീമാണ്. പിന്നെ നമ്മുടെ പുട്ട് കിട്ടും, അതിനിവിടെ പിട്ട് എന്ന് പറയും. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, എല്ലാം ഒരുപാട് ഐറ്റം ഉണ്ട്. പിന്നെ ഈ ഫുഡ് കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്താ അറിയോ, ഇഷ്ടംപോലെ വാട്ടർ സ്പോർട്സ് ഉണ്ട്, അടിപൊളി സീസൈഡ്. ഇതൊരു മാൻമെയ്ഡ് സ്റ്റൈലിലുള്ള ബീച്ചാണ് ഉണ്ടാക്കിയെടുത്തേക്കണേ. റിയൽ ബീച്ച് അല്ലെന്നാണ് അവർ പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ ബീച്ച്. കണ്ടൊരു കിടിലം ബീച്ചുണ്ട്. പ്ലസ് ഇവിടെ ഒരു പബ്ബുണ്ട്, നോക്കി ബീച്ച് സൈഡിൽ പബ്ബ്. എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. നല്ല കിടിലൻ സൺസെറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ബീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പാത്തോട്ടത് അതിൽ കയറണം എന്ന് പറഞ്ഞ് ബഹളാണ്. നോക്കി വെള്ളത്തിനുള്ളിലൊരു പ്ലേ ഏരിയ കിഡ്സിനൊക്കെ.
ഇവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നല്ല അടിപൊളി മണലുമാണ്. ഒരു നല്ല വൈബ് കിട്ടും. പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിൽ ആ സൈഡിലേക്ക് നോക്കി ശരിക്കും കൊളംബോയുടെ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓ, ഗ്ലാസ് ബോട്ടൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം നമുക്കിവിടെ ബീച്ച് ആക്ടിവിറ്റി ഒന്നും ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആക്ച്വലി ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത് ലങ്കാവിയിലേക്കാണ്. ലങ്കാവി എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്, ഫുൾ ബീച്ചും ആക്ടിവിറ്റി മാത്രമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ലേ ഓവർ ഫ്ലൈറ്റ് ആയിരുന്നല്ലോ നമ്മുടെ ശ്രീലങ്കൻ പ്ലാൻ. അതുകൊണ്ട് നമുക്ക് ബീച്ച് ആക്ടിവിറ്റി ഒന്നും ഇവിടെ പ്ലാൻ ഇല്ല. ജസ്റ്റ് ഒരു ഡേ അവിടെ ഒന്ന് കറങ്ങുക, അതും കൊളംബോയിൽ മാത്രം. എൻ്റെ ശ്രീലങ്ക നമുക്ക് കറങ്ങാൻ പറ്റില്ല, കൊളംബോയിൽ മാത്രം. കാരണം അത് എയർപോർട്ടിനടുത്തുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊളംബോയിൽ കറങ്ങാൻ പ്ലാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം കറങ്ങി നടന്ന് വീണ്ടും ഞങ്ങൾ ദേശാനെ വിളിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ പഴയ പാർലമെൻറ്റ് ശ്രീലങ്കയിൽ. ഇതാണ് അവിടുത്തെ ലോട്ടസ് ടവർ. അപ്പോൾ ഈ ലോട്ടസ് ടവർ ഈവനിങ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലോട്ടസ് ടവർ അവസാനത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ട്വിൻ ടവർ പോലെ തന്നെ ശ്രീലങ്കയിലും വലിയൊരു ടവർ. ഇത് ITCയുടെ ഹോട്ടലാണ്, പക്ഷേ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാണ് ദേശം ഞങ്ങളെ വിട്ടത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. ബീച്ച് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഫുള്ള് എന്താ പറയുക, നിറയെ ആളുകളും ഭയങ്കര ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ ബീച്ചായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മോർണിംഗ് കാണുമ്പോഴും ഈ ബിൽഡിങ്ങിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നൈറ്റ് ആകും തോറും ഈ ബിൽഡിങ്ങിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസം ITC ആ വലിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കണം എന്ന് വരെ ആഗ്രഹമായിപ്പോയി. പക്ഷേ ഞങ്ങൾക്ക് ലേ ഓവർ ഫ്ലൈറ്റാണ്, ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അടുത്ത നൈറ്റ് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം പുറത്തുനിന്ന് ഭംഗിയൊക്കെ കണ്ടു. ദെൻ ഞങ്ങളൊരു ഈവനിങ് ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ദേശാൻ ഈ ബീച്ചിൽ എത്തിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ കാരണം ആ സൺസെറ്റ് കാണുകയും ചെയ്യാം, പ്ലസ് രാത്രിയാകുമ്പോൾ ബീച്ചിൻ്റെ ഒരു വൈബ് വേറെ ആയിരിക്കുമല്ലോ. ഫുൾ പട്ടാണ് കേട്ടോ അവിടെ. നിങ്ങൾ ആ മുകളിൽ കാണുന്ന മുഴുവനും കയറ്റാണ്. അപ്പോൾ പൊന്നുവിനത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പട്ടം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ബഹളം വെച്ചു. പക്ഷെ നമ്മൾ വാങ്ങിയാലും എങ്ങനെ കൊണ്ടുപോകും, കാരണം നമുക്ക് ഹാൻഡ് ലഗേജേ ഉള്ളൂ. പിന്നെ വീണ്ടും ചെക്കിന് പ്രശ്നമാവുമെന്ന് ഓർത്ത് നമ്മൾ വരുമ്പോൾ ഇത് ശ്രീലങ്കൻ കൊടിയാണ്. ഇത് മുകളിൽ പാറി പറന്ന് നടക്കാൻ നമ്മൾ ഈ വഴിക്ക് പോയപ്പോൾ കണ്ടതാണ്. ഞങ്ങൾ ബീച്ചിൽ ഈവനിങ് വരുമ്പോൾ അത് അവർ താത്തുവാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സെറമണി ഉണ്ടായിരുന്നിരിക്കണം. ഭയങ്കര രസമായിരുന്നു. അവിടെ കുറേ പട്ടാളക്കാരൊക്കെ വന്ന് സല്യൂട്ടൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നിട്ടാണ് ഈ ഫ്ലാഗ് താഴ്ത്തി ഒരു പ്രത്യേകതരം വണ്ടിയിലൊക്കെയാണ് അത് കൊണ്ടുപോയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ ബീച്ചിൽ കൂടെ നടക്കാൻ തുടങ്ങി. ബീച്ചിൻ്റെ സൈഡിലെത്തിയപ്പോഴുണ്ടല്ലോ ഭയങ്കര ഫുഡിൻ്റെ മണം വന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കണ്ടാൽ നമ്മൾ ഒബ്വിയസ്ലി അങ്ങോട്ട് പോകണമല്ലോ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ തട്ടുകട പോലെ സെറ്റപ്പാണ്. പക്ഷേ എന്തോരം ഫുഡാണെന്ന് വെച്ചാൽ എന്തോരം ഫുഡ്. റേറ്റൊക്കെ 1000-2000 ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്ത്യൻ മണിയാണെന്ന് വിചാരിക്കും. ഇന്ത്യൻ മണിയല്ല, ശ്രീലങ്കൻ മണിയാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ റേറ്റ് അല്ല. പക്ഷേ എന്തോരം സാധനങ്ങളാണെന്ന് വെച്ചാൽ എന്തോരം ഐറ്റംസ്. ഞാൻ ഇവിടെ നിന്ന് ഒന്നും വാങ്ങി ട്രൈ ചെയ്തില്ല. കാരണം എനിക്കൊരു ലോങ് വെക്കേഷനാണ്. എന്തെങ്കിലും ഒരു വയറിന് പണി കിട്ടിയാൽ എൻ്റെ കംപ്ലീറ്റ് ടൂർ കൊളാവും. അതുകൊണ്ട് ഞാൻ ഈ സ്ട്രീറ്റ് ഫുഡ് ഇവിടുത്തെ ഒന്നും ട്രൈ ചെയ്തില്ല. എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് കുറേ മണം പിടിച്ച് നടന്നു. ദെൻ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടു കേട്ടോ, നമുക്ക് വേവ്സിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എന്നാൽ അവിടേക്ക് പോകാമെന്ന് ഓർത്തു. പിന്നെ ചുറ്റും നോക്കുമ്പോൾ ഭയങ്കര ഭംഗി. ഞാൻ പറഞ്ഞില്ല ITC രാത്രിയാകുമ്പോൾ ആ ഹോട്ടലിൻ്റെ ഭംഗി കണ്ടോ, ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് രസമായിരുന്നു. എനിക്ക് ശരിക്കും നമ്മുടെ ട്വിൻ ടവറിൻ്റെയൊക്കെ ഒരു സ്റ്റൈലായിട്ടാണ് അത് ഫീൽ ചെയ്തത്. അപ്പം രതീഷേട്ടൻ താഴത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും പൊന്നുകൂട്ടൻ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി തുടങ്ങി. ഏട്ടൻ പ്രത്യേകം പറഞ്ഞു ഫുൾ നനയ്ക്കാൻ നിൽക്കണ്ട, അടുത്ത ഫ്ലൈറ്റിൽ കയറാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാലൊന്ന് വെറുതെ വെള്ളത്തിൽ മുട്ടിച്ചിട്ട് തിരിച്ച് അതുപോലെ തന്നെ കയറി വന്നു. ഇവിടെ കുറച്ച് ലേറ്റായിട്ടാണ് രാത്രിയാവുക. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഇരുട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ കുറച്ച് ലേറ്റായിട്ടാണ് ഇരുട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ബീച്ചിലിങ്ങനെ സന്തോഷിക്കാനും നടക്കാനും ഒക്കെ പറ്റി. പിന്നെ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ ഒരു ട്രെയിൻ വരുന്നത് കണ്ടു. കുറേ കുട്ടികളൊക്കെ ആയിട്ട് വലിയവരൊക്കെ ആയിട്ട് ശരിക്കും ഹോണൊക്കെ അടിച്ച് അതിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ശരിക്കും അടിപൊളിയല്ലേ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ. പിള്ളേർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമുക്കും നല്ല രസമല്ലേ ബീച്ചിൽ കൂടെ ഇങ്ങനെ പോകാനുണ്ട്. പാളമൊന്നുമില്ല, അല്ലാതെ ഓടുന്ന ഒരു ട്രെയിൻ. ഞാൻ ഇങ്ങനെ ഒരു ട്രെയിൻ വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് ബബിൾസ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, ഈ ബബിൾ ഗണ്ണൊക്കെ വിൽക്കുന്ന. അവിടെ ഇങ്ങനെ പല ടൈപ്പിൽ വലുതും ചെറുതുമായിട്ട് ഫുള്ളുണ്ട്. പിന്നെ ഇതുപോലെ ബലൂൺസിൻ്റെ അകത്ത് കളിക്കുന്നതുണ്ട്. പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒട്ടും പേടിക്കാതെ നമുക്ക് നടക്കാം. വേറെ ഒരു ശല്യമോ ബഹളമോ ഒന്നുമില്ല. പാറക്കുട്ടൻ കുറേ ഫോട്ടോസും റീൽസും ഡാൻസും ഒക്കെ ചെയ്തു. ദെൻ നമ്മൾ കുറേ നേരം അടിച്ചു പൊളിച്ച ശേഷം വീണ്ടും ദേശാനെ വിളിച്ചു. ദേശാന അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ദേശാനോട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് സിറ്റി കാണണം, ഈ നൈറ്റിൽ എങ്ങനെ ഇരിക്കും എന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ സിറ്റി ഓഫ് ഡ്രീംസിൻ്റെ ചുറ്റുമൊക്കെ പോയി. എന്ത് ഭംഗി ആ ബിൽഡിംഗ് ഒക്കെ കാണാമെന്നറിയോ. എല്ലാ മുകളിലും ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, അതിനൊന്നുള്ള സമയം നമുക്കില്ല. പക്ഷേ ഉള്ള സമയം കൊണ്ട് അവൻ നമ്മളെ ഫുള്ള്
ഫുള്ള് കറക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി പറഞ്ഞത് നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു സാധനം മിസ് ചെയ്തു, ലേക്ക് ടെമ്പിൾ. അപ്പോൾ ആ ലേക്ക് ഗംഗാറാം ടെമ്പിളിൽ നമ്മൾ തിരിച്ചു വന്നു. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണത്, ഈ ചേട്ടനാണ് പറഞ്ഞത് രാത്രി വരണം ലൈറ്റ്സ് കാണാൻ. നമ്മൾ പക്ഷേ ചെന്നപ്പോൾ പുള്ളി അവിടെ പുറത്തുണ്ട്. പുള്ളി ഒരു സോറിയൊക്കെ പറഞ്ഞു. നമ്മൾ പോയി വേഗം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നോക്കിയപ്പോൾ ഇല്ലേ ഇവിടെ ലൈറ്റ്സ് ഒന്നും കാണാനില്ല. അപ്പോൾ കൊളംബോയിൽ വന്നു കഴിഞ്ഞാൽ ഗംഗാറാം ടെമ്പിളിൽ നമ്മൾ ടിക്കറ്റ് എടുത്താൽ ആ സെയിം ടിക്കറ്റിൽ നമുക്ക് വരാൻ പറ്റിയ വേറൊരു സ്ഥലമാണ് ഗംഗാറാം ലേക്ക് ടെമ്പിൾ. ഗംഗാറാം ലേക്ക് ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ടെമ്പിളിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഈവനിങ് വന്നാൽ ഭയങ്കര ഭംഗി, നിറയെ ലൈറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പം വരാതെ പോയിട്ട് വേറെ സ്ഥലമൊക്കെ കണ്ട് ഈവനിങ് വന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഇന്ന് ഈ ലൈറ്റ്സ് വർക്കിംഗ് അല്ലാന്ന് അവിടുത്തെ സ്റ്റാഫ് പറയാം വൈകുന്നേരം വർക്ക് ചെയ്യണില്ല. അപ്പോൾ ലൈറ്റ് വർക്കിംഗ് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇവിടെയല്ലോ എല്ലാവരുടെയും സ്ഥലത്തും നമുക്ക് വീഡിയോസ് എടുക്കാൻ അവർ സമ്മതിക്കും കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ഇതും ഒരു ബുദ്ധൻ്റെ ടെമ്പിളാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഗന്ധമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ ഇങ്ങനെ ശ്രീലങ്കൻ മണിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പലതും എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായി. നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങി കേട്ടോ. എനിക്ക് ആ ലൈറ്റ്സ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ദേശം നമ്മളെ കാത്ത് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവനോട് പറഞ്ഞു നമുക്ക് വിശക്കുന്നുണ്ട്, ഡിന്നർ കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വണ്ടി മാറ്റിയിടാം, ടെമ്പിളിൻ്റെ മുമ്പിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വിളിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് മാരിയറ്റിൻ്റെ ഒരു വലിയ ഹോട്ടലും അതുപോലത്തെ ഒരു മോളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കൂ. ഈ ലേക്ക് ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയ മോളാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വരൂ, നിങ്ങൾ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ ആ മോളിലേക്ക് കയറി. ഒരുപാട് അവിടെയും ഈ ഹലോവിൻ്റെ പാർട്ടിയൊക്കെ ഉണ്ട്, ഒരുപാട് ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പം ഞാൻ എവിടെ പോയാലും ദോശ കണ്ട അപ്പം സ്റ്റക്കാവും. ഇതൊരു ഫുഡ് മോളാണ്, ഇത്രയും ഫുഡ് മോളുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ മസാല ദോശ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി ഇതാ ഒരു മസാല ദോശയുടെ റേറ്റ് എത്രയാണെന്നറിയോ കാണിച്ചാൽ. അപ്പോൾ അവിടെ മസാല ദോശ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് വേറെ ഫുഡ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. എന്തൊക്കെ ഫുഡാണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ പേര് പോലും അറിയില്ല, അത്ര അധികം ഫുഡ്. ഇവിടുത്തെ സ്പെഷ്യൽ ശ്രീലങ്കൻ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ പറഞ്ഞു എന്നാൽ അകത്ത് കയറി എന്നോട് വീഡിയോ എടുത്തു, വ്ളോഗറാന്നൊക്കെ പറഞ്ഞു മൈക്കൊക്കെ വെച്ച് തന്നെ പുള്ളി പറഞ്ഞു അകത്ത് കയറി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് കയറി വീഡിയോ എടുക്കണ്ട. ഇടിയാപ്പ്, നമ്മുടെ ഇടിയപ്പം, പിന്നെ ചിക്കൻ ബാർബിക്യൂ ചിക്കൻ, ഗ്രിൽ ചിക്കൻ, പല ടൈപ്പിലുള്ള റൊട്ടി, പിന്നെ ഇവരുടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഫിഷ് കറീസ്, എഗ്ഗ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ചിക്കൻ്റെ തന്നെ പല ടൈപ്പ് ഐറ്റംസ്, ബീഫ്, അങ്ങനെ പല ഐറ്റംസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആളെനിക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, എന്താണ് അവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ പല ടൈപ്പ് ഫിഷും ഉണ്ട് കേട്ടോ. നമ്മുടെ പോലത്തെ ഫിഷ് ഫ്രൈ അല്ല, ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് അവിടെ ഉള്ളത്. പിന്നെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ട്, നമ്മുടെ അപ്പം, പിന്നെ പല ടൈപ്പ് മിക്സഡ് റൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഫുഡ് കഴിക്കണമുണ്ട്. നമ്മൾ ഒരു സ്റ്റഫ്ഡ് റൊട്ടിയാണ് പറഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു ചിക്കൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓൾറെഡി അപ്പുറത്തുനിന്ന് മസാല ദോശയും ഫിൽറ്റർ കോഫിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പാത്തുക്കുട്ടൻ ഒബ്വിയസ്ലി എന്താ ഐസ് ലാറ്റെ, ഐസ് കോഫി എന്നൊക്കെ പറഞ്ഞ് പാത്തുക്കുട്ടൻ്റെ വക വേറെ എവിടേക്കോ പോയിട്ട് അതും ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഈ സെക്ഷനിൽ തന്നെ ഒരുപാട് ഫുഡ് ഉണ്ട് കേട്ടോ. അവിടെ മറ്റേ വേഫേഴ്സ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഷവർമ, അങ്ങനെ ഒരു ഏതൊക്കെ ടൈപ്പ് ഫുഡ് വേണോ അതെല്ലാം ഉണ്ട്. ചൈനീസും എല്ലാം, ഇറ്റാലിയൻ എല്ലാ ഫുഡും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സന്തോഷം മസാല ദോശ കിട്ടിയതിലാണ്. എൻ്റെ മുഖത്തുള്ള ആ ചിരി കണ്ടാൽ തന്നെ അറിയാം എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ ദോശ കണ്ടപ്പോൾ തന്നെ എനി ടൈം എൻ്റെ ഗോ ടു ഫുഡാണ് കേട്ടോ ഈ മസാല ദോശ. ഈ ദോശ, മസാല ദോശ അല്ല ദോശ. രതീഷേട്ടനാണെങ്കിൽ ദോശ വലിയ പ്രിയവുമില്ല. പിന്നെ അതുപോലെ ഫിൽറ്റർ കോഫി, ഞാൻ ശ്രീലങ്ക വന്നിട്ട് കോഫിയും ചായയും കുടിച്ചിട്ടേ ഇല്ല. കാരണം എന്നോട് മറ്റേ മലയാളി ചേട്ടൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ചായ ഒന്നിനും കൊള്ളില്ല എന്ന്. പക്ഷേ ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു ഏതെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ അടിപൊളി ഫുഡായിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ ഈ ഫുഡ് അടിപൊളിയായിരുന്നു. നിങ്ങൾ ശ്രീലങ്ക വരണമെങ്കിൽ മസ്റ്റ് ട്രൈ ആണത്. കിഡിലും, എനിക്ക് നാട്ടിലത്തേക്കാൾ നല്ല മസാല ദോശയും കിഡിലും കോഫിയാണ് ഞാൻ കുടിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കോഫി കിട്ടിയപ്പോൾ. ഒരു ചെറിയ പുളിയുള്ള ദോശയാണ്, പക്ഷെ ഭയങ്കര വലിപ്പമുണ്ട് ദോശയ്ക്ക്. ചട്നിയും സാമ്പാറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് പൊന്നുകുട്ടൻ എന്നെ കളിയാക്കുമായിരുന്നു, അമ്മ ഇന്ത്യ വിട്ടിട്ടും ഇതൊന്നും വിട്ടിട്ടില്ല, അമ്മയ്ക്ക് ദോശയും ചായയും കാപ്പിയും കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. അവളാണെങ്കിൽ വായിക്കൊള്ളാത്ത എന്തൊക്കെയോ തായ് ഫുഡും മറ്റേ ഫുഡും ഒക്കെയാണ് ട്രൈ ചെയ്യണത്. എന്നെ ഇരുന്ന് വെറുതെ കളിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. ഏട്ടനെ കൊണ്ട് ഞാൻ ദോശ കഴിപ്പിച്ചു, പൊന്നു രക്ഷയില്ല. ക്രേസി, അത് മാത്രമേ പറയാനുള്ളൂ. ശ്രീലങ്കയിൽ മസാല ദോശ കഴിക്കുന്ന ആൾക്കാര് ക്രേസി.
ഈ ട്രിപ്പിൽ പാത്തുട്ടൻ ഏറ്റവും കൂടുതൽ കുടിച്ചേക്കുന്ന ഐസ് ലാറ്റെ, കോൾഡ് കോഫി, ബബിൾ ടീ അതാണ്. നമ്മൾ ദുബായ് ട്രിപ്പിൽ ഫുൾ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ ഇവിടെ മുഴുവനും ഇതായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും അവൾ പതിവ് പോലെ അവിടെ നിന്ന് അത് മേടിച്ചു. ദെൻ നേരെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ നേരെ അതിൻ്റെ അകത്ത് കയറി കുറേ ഈ ഗമ്മീസും അതുപോലെ കുറേ പുളിയുള്ള മിഠായികൾ ഇങ്ങനെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ പുറത്ത് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പം നമ്മൾ വെറുതെ ഫ്രൂട്ട് സെക്ഷനിലൊക്കെ പോയി നോക്കി. ഇവിടെ ഉണ്ടല്ലോ ബൊക്കീസൊക്കെ കിട്ടും. ഫ്ലവറിൻ്റെ ചെറിയ ചെറിയ ബൊക്കീസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് കട്ടിങ്സ് ഉണ്ട്, സ്മൂതീസ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, പിന്നെ ചെറുതായിട്ട് ഫുഡും അവർ എടുത്തു വെച്ചിട്ട് നമുക്ക് നേരെ മേടിച്ച് കൊണ്ടുപോയി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിറങ്ങി നേരെ നെക്സ്റ്റ് പോയത് ലോട്ടസ് ടവറിലേക്കാണ്. അപ്പോൾ നേരെ ലോട്ടസ് ടവറിൻ്റെ അകത്തേക്കൊന്നും നമ്മൾ പോയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തോ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, അത് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ടൂറിസ്റ്റാന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ വണ്ടി അകത്തേക്ക് വിടാൻ സമ്മതിച്ചു. എന്നിട്ട് നമ്മൾ നേരെ അകത്ത് പോയി അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ ടൈമിലും ഓരോ കളറാണ്. ഇത് ദൂരേന്ന് നിന്ന് കാണാൻ അതിനും ഭംഗിയാണ്, അടുത്തുനിന്ന് കാണുന്നതിനേക്കാളും ഭംഗിയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരോടും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ദിനേശ് ഞങ്ങളെ നേരെ കൊണ്ടാക്കിയത് ശ്രീലങ്കൻ എയർപോർട്ടിലേക്കാണ്. അവിടെ നിന്ന് രാത്രിയാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇനിയത്തെ ഈ ഫ്ലൈറ്റിൻ്റെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കൊലാലംപൂരാണ്. കൊലാലംപൂരിൽ നിന്ന് നേരെ ലങ്കാവി. അങ്ങനെ ഒരു 3 ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഞങ്ങൾക്ക് ലങ്കാവി എത്തേണ്ടത്. പക്ഷേ കൊലാലംപൂർ ലേ ഓവർ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് 2 മണിക്കൂർ നമുക്ക് മാറിക്കയറാൻ നേരേ ഉള്ളൂ. അപ്പോൾ നേരെ ഇനി ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് കൊലാലംപൂരാണ്. അപ്പോൾ ₹1 പോലും ഫ്ലൈറ്റ് ടിക്കറ്റിന് ചാർജ് മുടക്കാതെ നമ്മൾ ഒരു 1 ഡേ ശ്രീലങ്കയിലെ കൊളംബോ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ദുബായിക്ക് പോയപ്പോഴും ഇതുപോലെ ഒമാനിൽ പോയിരുന്നു, ₹1 പോലും മുടക്കാതെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ലേവർ മോർ ദാൻ 12 hours ഒക്കെ ഉള്ള ലേവർ എടുക്കുകയാണെങ്കിൽ വിസയുള്ള കൺട്രീസാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ വിസ എടുക്കണം. ഒമാനിൽ ഞങ്ങൾ വിസ എടുത്തിരുന്നു. ശ്രീലങ്കയിൽ നമുക്ക് വിസ വേണ്ട ഇന്ത്യൻസിന്, അതുകൊണ്ട് അത് ഭയങ്കര ഈസിയായി. അപ്പോൾ നമ്മൾ വിസ ഇല്ലാത്ത കൺട്രീസാണെങ്കിൽ നമുക്ക് അവിടെ പോയി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വിസ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ചാർജ് ഇല്ലാതെ ഒരു 1 ഡേ ഒന്ന് പ്ലാൻ ചെയ്താൽ മൊത്തം കറങ്ങി ഒരു രാജ്യം കാണാൻ പറ്റും. അപ്പോൾ ഇനിയത്തെ വിശേഷങ്ങൾ വ്ളോഗിൽ വരുന്നത് നമ്മൾ ലങ്കാവിയിൽ എത്തുന്ന ഡേ ആയിരിക്കും, നമ്മുടെ Day 2 ആയിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.